ഇനീഷ്യലൈസേഷൻ, ഫങ്ഷൻസ് ആൻഡ് ബിൽഡ്-ഇൻ ഫങ്ഷൻ. ഈ 3 ടോപ്പിക്സ് ആണ് എടുക്കാനുള്ളത്. ആദ്യം ഇനീഷ്യലൈസേഷൻ. Initialization. The selection of data types is automatic in Python. So the initialization of the variables is not required. If we are doing a reassignment statement, the variables must be initialized before its first use. If it's not initialized properly, the result may be wrong. Okay, initialization. Initial എന്ന് പറഞ്ഞാൽ അതൊരു ടൈപ്സ് ഓഫ് മെൻഷനിങ് ആണ്. പൈത്തൺ പ്രോഗ്രാമിംഗ് ഇത് ഓട്ടോമാറ്റിക്കായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതായത് നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡാറ്റ ഓട്ടോമാറ്റിക്കായി പ്രിൻറ്റ് ചെയ്തു വരുന്നതായിരിക്കും. അതിനെ ഇനീഷ്യൽ ചെയ്യണമെന്നില്ല. പൈത്തൺ പ്രോഗ്രാമിംഗ് മാത്രമാണ് ഇങ്ങനെയുള്ളത്. ഇൻ അതർ പ്രോഗ്രാംസ്, സി പ്രോഗ്രാംസ് പോലുള്ളതിലൊക്കെ ഒരു വേരിയബിൾ ഇൻറ്റിജറായിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആദ്യം ഇനീഷ്യലൈസേഷൻ ചെയ്യണം, അഥവാ ഡിക്ലെയർ ചെയ്യണം. എങ്കിൽ മാത്രമേ റിസൾട്ട് പ്രിൻറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, പിന്നെ ഇനീഷ്യലൈസേഷൻ പൈത്തൺ പ്രോഗ്രാമിൽ ഒരു ഡൈനാമിക് ഡാറ്റ ടൈപ്പായിട്ടാണ് ഉള്ളത്. If it's not initialized, the computer may give some initial value. Depend on the assembly, it will make a wrong result. അതായത് ഇനി നമ്മളൊരു വേരിയബിൾ ഇനീഷ്യൽ ചെയ്തില്ലെങ്കിൽ കമ്പ്യൂട്ടർ ഗിവ്സ് സം ഇനീഷ്യൽ വാല്യൂ. കമ്പ്യൂട്ടർ അതിനൊരു വാല്യൂ കൊടുത്ത് അതൊരു റോങ് റിസൾട്ടായിട്ട് റിസൾട്ട് വരുന്നതായിരിക്കും. നെക്സ്റ്റ്, ഫങ്ഷൻസ്. ലാർജ് പ്രോഗ്രാംസ് നീഡ് ടു ബി ഡിവൈഡഡ് ഇൻറ്റു സ്മോൾ ലോജിക് യൂണിറ്റ്. A function is a small isolated unit of codes with a name and it can perform a definite work. Functions എന്നത് സ്മോൾ ഐസൊലേറ്റഡ് യൂണിറ്റ്സ് ഓഫ് കോഡ്സ് ആണ്. വലിയ പ്രോഗ്രാംസിന് ചെറിയ ലോജിക് യൂണിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫങ്ഷൻസ് യൂസ് ചെയ്യാറ്. This data variables are called arguments. ഡാറ്റ വേരിയബിൾസിന് ആർഗ്യുമെൻറ്റ്സ് എന്നാണ് പറയുന്നത്. The function will execute the instruction for doing the prescribed work. Functions ഒരു പ്രിസ്ക്രൈബ്ഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ഐസൊലേറ്റഡ് സെറ്റ് ഓഫ് യൂണിറ്റ്സ് ആണ് പൈത്തണിലുള്ളത്. ഫങ്ഷൻസിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്നും ലൈബ്രറി ഫങ്ഷൻസ് എന്നും. ഓക്കെ, നെക്സ്റ്റ് ദ ലാസ്റ്റ് ടോപ്പിക്, built-in function. One of the major advantages of Python is the availability of various libraries for various applications like scientific computation, graphics, networking, etc. പൈത്തൺ പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ബിൽഡ്-ഇൻ ഫങ്ഷൻ. അതിൻ്റെ എക്സാമ്പിളാണ് സയൻറ്റിഫിക് കമ്പ്യൂട്ടേഷൻ, ഗ്രാഫിക്സ്, നെറ്റ്വർക്കിംഗ്. ഇവയെല്ലാം ഇവിടെ എല്ലാ ആപ്ലിക്കേഷനിൽ ആവശ്യമായി വരുന്ന ഫങ്ഷൻസ് ഓൾറെഡി ബിൽഡ് ചെയ്തുണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ബിൽഡ്-ഇൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ദ സ്റ്റാൻഡേർഡ് ലൈബ്രറി ഈസ് ഡിവൈഡഡ് ഇൻറ്റു മെനി മോഡ്യൂൾസ് ലൈക്ക് ടൈം, റാൻഡം, പിക്കിൾ, സിസ്റ്റം, എക്സെട്ര. Each module consists of many built-in functions. Next, we must instruct the compiler into load the corresponding modules or functions library to RAM. അതായത് we must instruct the compiler to load the modules. നമ്മൾ ബിൽഡ്-ഇൻ ഫങ്ഷനിലൂടെ നമ്മളൊരു കമ്പൈലറിലൂടെ ഈ മൊഡ്യൂളിനെ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. നമുക്ക് എത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ ടോപ്പിക്ക്